So, hi, I'm Danish, and myself Hi. Danish, and here is my friend Misaf. Hi, Misaf. Hi, Danish. It's very happy to have you and happy to be with your podcast at the beginning Uh, itself. And Thank you. So, uh, today we were thinking of discussing, like in our channel, we will be sharing our perspectives or thoughts and reflections on our journeys and travel, and maybe about books and like everything under the sky. So today we were thinking about like where to start, and we thought why not share about our Munnar experience. Like me and Misab had uh, a bullet ride to Munnar. So we will talk about that. do we need to continue with the English or Malayalam, whichever is I required? I don't, can go with it. I don't know, man. I think we can go with English. That could be better. ഓക്കെ ഓക്കെ Eh? ഏത് ഭാഷയിലെടുത്ത് സംസാരിക്കാം ഒരു സീനും ഇല്ല. Yeah, നമുക്ക് പറയും പോലെ എന്താ പറയാ മലയാളത്തിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ഇഫ് ഇറ്റ് ഇസ് ഇംഗ്ലീഷ് ഫൈൻ അഗെയിൻ ഏതും പിടിക്കാം. ഹിന്ദി അതെ ഏഹ് എന്തൊക്കെ പറഞ്ഞാലും യാത്ര ഹിന്ദി പിടിക്കരുത്. ഹിന്ദി പാടില്ല. നോ 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 ഹിന്ദി. എന്തൊക്കെ പറഞ്ഞാലും ഭാഷ ആയിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ ദാനിച്ച് നമ്മൾ പോയി എവിടൊക്കെ പോയിട്ടുണ്ടോ അവിടൊക്കെ പോയിട്ട് നമ്മൾ വേണ്ട രൂപത്തിൽ തന്നെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ടുണ്ട് യെസ്. if if things are there if the discussion is also whether it is English whether it is Malayalam it's absolutely fine and I know that trip or what we say the travel itself is something which is so amazing at the beginning itself like as everyone used to like to travel but the one important thing when it comes to travel it's all about the money പൈസയാണോടാ പ്രശ്നം ഈ പൈസ അല്ലേ പൈസ ചെലവ്. പൈസ എന്ന് പറഞ്ഞ ഒറ്റ സാധനത്തിന്റെ വിഷയത്തിൽ മാത്രം അതെല്ലാം നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എവിടെ പോകാനും സെറ്റ് ആണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും പോവാം അതെ. പിന്നെ പൈസ മൂന്നാറ് ഇല്ലെങ്കിൽ മൂന്നാർ ചെലവ്. എന്ന് പറയുന്നത് അതൊരു അതെ മൂന്നാർ എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാ യെസ്. നീ പറഞ്ഞു തുടങ്ങിക്കോ പ്ലാനിങ് എങ്ങനെയാന്നൊക്കെ ഉള്ളതൊക്കെ നിന്റെ ആ ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് കുറച്ചുകൂടി പിന്നെ ഇല്ല, അതിപ്പം പ്രത്യേകിച്ച് പറയാൻ നമ്മള് നമ്മള് എങ്ങോട്ട് പോകണം എന്നറിയാതെ പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണല്ലോ. ലൈക്ക് വി വർ സിറ്റിംഗ് ഓൺ ബീച്ച്. നമ്മളിങ്ങനെ തേരാപ്പാര നടക്കുന്ന സമയത്ത് കോഴിക്കോട് ബീച്ചിൽ വരിക, കാണുക ആയിരുന്നു നമ്മളുടെ ഒരു സ്ഥിരം റുട്ടീൻ. അങ്ങനെ ഒരു ദിവസം ഒരു റീല് കണ്ട് അപ്പം അപ്പൊ അതിന് മൂന്നാർ. ഉം. ആദ്യം നമ്മള് ഗവിയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മൂന്നാർ അങ്ങ് ഇറങ്ങുക എന്ന് തീരുമാനിച്ചപ്പം ആ, ഇറങ്ങിയതാണ്. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം എന്ത് ചെയ്യാന്ന് വെച്ചാല് കുറച്ച് നമ്മൾ ആ പോയതിന്റെ ട്രിപ്പിന്റെ വീഡിയോ പിക്ചറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ആഡ് ചെയ്തിട്ടേക്കാം ഇങ്ങനെ യെസ് ഇടക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് സീരീസ് ആയിട്ട് തന്നെ ഇറക്കാം ഓരോ സീരീസ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയതിന്റെ സീരീസ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് തന്നെ ഓക്കെ, ചെയ്യാം. അപ്പൊ എന്താ ഈ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തുടക്കത്തില് ഒരു പ്ലാനിങ്ങും ഇല്ല എന്നുള്ളതാണ് ഈ ട്രിപ്പിന്റെ ഒരു വലിയ പ്ലാന് അതെ അതെ, അത് ഇറങ്ങിയതാണ്. എനിക്ക് നമ്മള് രാത്രിയാണ് ഇറങ്ങിയത് തോന്നുന്നുണ്ട്. രാത്രി ഇങ്ങനെ ഇറങ്ങി, എവിടെ സ്റ്റേ ആ ചെയ്യണം രാത്രിയാ ഒന്നുമില്ല. അതിങ്ങനെ ഓടിക്കന്നെ. മൂന്നാറിന് ഇങ്ങോട്ടാണോ വടക്കോട്ടാണോ തെക്കോട്ടാണോ നോക്കിയിട്ട് അത് വിട്ടതാണ്. ആ റൂട്ടിലിങ്ങ് പോയി. ആ, അന്ന് നമ്മള് കോഴിക്കോട് നിന്നാണല്ലോ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞോണ്ട് തന്നെ ഇത് ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇനി എത്ര സൗണ്ട് ഇടയ്ക്ക് പൈസ പോയി ആവുന്നോ തോന്നുന്നുണ്ട്. നമുക്ക് ഇത് പ്ലാനിങ് പ്രോപ്പർ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതെ. കേൾക്കുന്നുണ്ടോ അപ്പൊ യെസ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഓഡിയബിൾ അല്ലേ ഒരു ലാഗ് ഉണ്ട്. ഉം, ഹെഡ്സെറ്റ് ഒഴിവാക്കി. ഇല്ലല്ല ഞാൻ ഹെഡ്സെറ്റ് തന്നെ
ഓക്കെ. പറഞ്ഞു നോക്കിയാ. കിട്ടണ്ടേ. ഉം. അപ്പൊ എന്ന് വെച്ചാൽ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് കോഴിക്കോട് നിന്ന് നേരെ എങ്ങോട്ടാ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് മൂന്നാർക്ക് പോവാന്നുള്ള ഒരൊറ്റ ഒരു സംഗതിയാ ഉള്ളത്. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എന്താ പറയാ, പോകുന്നതിന്റെ ഇടയിലൊക്കെ നമുക്ക് നിൽക്കാനും സ്ഥലം ഉണ്ടാവുമോന്ന് അറിയില്ല. മറിച്ച് പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് പോവാന്നുള്ളത് തന്നെ. ഇപ്പൊ രാത്രി നമ്മള് നമ്മള് മൂന്നാർക്ക് ഇറങ്ങി, നമുക്കറിയാം മൂന്നാർ പോയി കഴിഞ്ഞാൽ അതായിരിക്കും വൈബ് സംഗതികൾ എന്നൊക്കെ. രാത്രി മുഴുവനും ഏകദേശം ഒരു 12 മണിയോളം നമ്മൾ ഓടിച്ചു തോന്നുന്നു. ഏകദേശം തൃശ്ശൂരോ അതിന്റെ അടുത്ത് അവിടെ എത്തിയപ്പോ നമ്മൾ റൂം എടുത്ത് അവിടെ കയറി. നമ്മൾ കുറെ തിരഞ്ഞെല്ലാം നോക്കി. ഓക്കെ, അത്യാവശ്യം നല്ല റൂം തന്നെ കിട്ടിയേ. നമ്മൾ എന്ത് ചെയ്തു, അതെ. മാക്സിമം സെറ്റ് ആവുന്ന എന്ന് വെച്ചാൽ റെസ്റ്റ്, അല്ലെ, റെസ്റ്റ് എടുത്ത് നമ്മൾ പിന്നെ യെസ്. പിറ്റേന്ന് രാവിലത്തെ ഇതിൽ നമ്മൾ അങ്ങ് കയറി. ഓ എന്റെ മോനെ, ആ പോകുന്ന സമയത്ത് മൂന്നാറിലേക്കുള്ള ചുരാണ് സെറ്റ് അല്ലേ. നമ്മള് അതെ. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര ചുരത്തിൽ കയറുന്നതിന് മുന്നേ നമ്മള് എന്താ പറയാ, അടിവാരത്ത് തന്നെ നമ്മൾ ആ ഒരു പരിപാടിയെല്ലാം ഉണ്ടല്ലോ. അത് അതെ. ഞാൻ പറയണ്ടെന്നായിരിക്കും എനിക്ക് അതാണ്. തോന്നുന്നത് അല്ലേ. അത് നമ്മൾ ഇവിടെ പറയണ്ട. അത് നമുക്ക്. അതായിരിക്കും നല്ലത്. അതെ 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 അത് അതെ നമുക്ക് സമയത്തിനനുസരിച്ച് പറയാം. ഓക്കെ. അതെ. എന്താ നമുക്ക് വെച്ചാ ഈ വീട്ടിലൊക്കെ ഓഡിയൻസ് അതിനെ എങ്ങനെ പോകാനുള്ളതല്ലേ. എടുക്കും എന്നുള്ളത് അല്ലെ. അതാണ് പ്രശ്നം. അതെ അതെ അതെ. ഓഡിയൻസ് എങ്ങനെ അപ്പോ എടുക്കുന്നതിനെ അപ്പുറത്തേക്ക് എന്തായാലും നമ്മൾ. ഒരു സസ്പെൻസ്, ഒരു സസ്പെൻസ്, അതെ 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 അല്ല, ഒരു സസ്പെൻസ് അവിടെ കിടക്കട്ടെ എന്നുള്ള. അതെ. നിനക്ക് എന്താ എനിക്ക് വീട്ടിൽ സംഭവിച്ചെന്ന് ആൾക്കാർക്ക് പോകാനുള്ളത് കൊണ്ട് അറിയാനൊരു ഒരു ക്യൂരിയോസിറ്റി. വീട്ടിൽ കയറ്റില്ല ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ മൂന്നാർക്ക് അടിവാരത്തു നിന്നുള്ള ആ ഒരു തണുപ്പ് എന്നുവെച്ചാൽ അന്ന് ഇലക്ഷൻ എന്തോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തോന്നുന്നുണ്ട്. അപ്പോ ഈ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ആയിട്ട് ഇവര് രാഷ്ട്രീയക്കാര് അങ്ങോട്ടും ഇടക്കും തലക്കും എന്ത് ചെയ്യാന്ന് വെച്ചാൽ മറ്റേ ജീപ്പില് എന്താ പറയാ ഒരു കൊടി കെട്ടിയിട്ട് പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത് ആ വഴിക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മള് ഉണ്ടായിരുന്നല്ലേ. വൈബ് അഡ്വഞ്ചർ എന്നുള്ള ആ ഒരൊറ്റ ഒരു സാധനമാണല്ലോ. അപ്പൊ അതിലങ്ങോട്ട് പോവാന്നുള്ളതാണ്. യെസ്. പക്ഷെ നമ്മൾ ഈ അടിവാരം കയറി മേലെ എത്തുന്നത് വരെ എന്ന് വെച്ചാൽ അറിയാം, എന്ന് വെച്ചാൽ ചുരം നമുക്ക് മിനിമം ഒരു ഐഡിയ ഉണ്ടല്ലോ. പിന്നെ എനിക്കറിയാം ചുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വയനാടാണെന്നുണ്ടെങ്കിലും ബനിഹലാണെന്ന് ഞാൻ പുറത്തൊക്കെ പോയ സമയത്തൊക്കെ ഉള്ള ഇത് വെച്ചിട്ട് എനിക്കറിയാം. പക്ഷെ നമ്മൾ കേരളത്തിൽ ഈ മറ്റേന്താ പറയാ, ഈ ഹരിതാഭയും പച്ചപ്പും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു ചുരം, അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആവും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മേലോട്ട് അത് കേറി. അതിന്റെ മേലെത്തിയപ്പോ നമ്മൾ എക്സൈസ് പിടിച്ചത് പക്ഷെ അത് തിരിച്ചു വരുമ്പോ പോകുമ്പോ. അത് തിരിച്ചു വരുമ്പോളാ. ഓക്കെ ഓക്കെ. ആ തിരിച്ചു വരുമ്പോ ഓക്കെ ഓക്കെ, നമ്മളെ. അങ്ങോട്ട് പോ. ആ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് എക്സൈസ് മാത്രല്ല എന്നുണ്ട്, പോലീസ് എല്ലാവരും ഉണ്ട് അല്ലേ. അതെ. എല്ലാവരും ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ അത് അന്ന് എന്താ പറയാ ഇലക്ഷന്റെ സമയമല്ലടാ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുക വെച്ചാൽ അവര് സമയം എനിക്ക് മാക്സിമം ഒന്ന് ആ റോഡും കാര്യം. വേറെ ഏതോ ഉം. ടീമിന് ആരോ ഉറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വേറുണ്ടാവും. പക്ഷെ അത് നമ്മളാണ് തെറ്റിദ്ധരിച്ചു. ഒരു ചെക്കന്മാരായപ്പോ നമ്മള് ഇത് ക്രിസ്റ്റൽ ഒക്കെ ഉണ്ടാവും, MDMA ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മളെ കുറെ തപ്പി. നമ്മളുടെ അടുത്ത് എന്ത്. ഉം. അല്ല, അത് തിരിച്ചു വരുമ്പോണത് ഒരു എന്നുവെച്ചാ മൂപ്പര് അയാൾ എന്നെ ചോദിച്ചത് എന്തായിരുന്നു, എന്താ നിന്റെ പേര് ചോദിച്ചു. ആ വന്ന് എന്റെ പേര് നിസ്സവ് ആണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം അപ്പൊ ഒരു തന്നെ. കളിയാക്കിയിട്ട് മക്കാറാക്കിയിട്ടാണ് അവര് ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ യുവാക്കൾ മുഴുവനും ഈ ഒരു വൈബാണെന്നുള്ള ആ ഒരു അതെ ചിന്താഗതി എന്നാണ് അങ്ങനത്തെ സാധനം വരുന്നത്. അതെ. അപ്പൊ എന്താ പേര് എന്ന് ചോദിച്ചപ്പോ ഞാൻ മിസ്സവ് പറഞ്ഞു. എന്താ മിസ്സവിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നല്ല മനുഷ്യൻ എന്നാണ്. അപ്പൊ പോലീസ് എനിക്ക് തോന്നുന്നൊരു SI റാങ്കിൽ എങ്ങാനുള്ള ആൾക്കാർ അതെ തന്നെ ആണെന്ന് തോന്നുന്നു. 2 സ്റ്റാറെല്ലാം അതെ. ഉണ്ട് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഒരു പിടിച്ച് കുറച്ച് സംസാരിച്ചെല്ലാം വിട്ടു. പക്ഷെ നമ്മളെ കയ്യിൽ തെറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ കാരണം എന്താ വെച്ചാൽ ഒരു ഒരു സംഗതി നമ്മളെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടൂല, അത് എനിക്ക് ഉറപ്പാണ്. അതെ പിന്നെ ഇവരിത് ഇനി എത്രയെന്ന് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്. മനസ്സിലായോ. അതെ. അങ്ങനെ മൂപ്പര് എന്നോട് ഇവര് ചെക്ക് ചോദിച്ച് ചെയ്യണ്ട എന്ന് എന്നിട്ട് വെച്ചാൽ. പക്ഷെ ഉണ്ടല്ലോ, ഇവൻ നല്ല ഞാനിപ്പോ ആളാണോന്ന്. ദാനിഷ് ഒരു സംഗതി ഞാൻ പറയാം. അല്ല യെസ്. ദാനിഷ് ഒരു സംഗതി ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡൽഹി കോഴിക്കോട് നിന്ന് ഡൽഹി വഴി ലഡാക്ക് വരെ പോയിട്ട് പിന്നെ ഉം. തിരിച്ച് അതേ വണ്ടിക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാജസ്ഥാന്
ഏഹ്, എന്താ മധ്യപ്രദേശ് ഖജുരാഹോ അവിടെ നിന്നൊക്കെ പോയി തിരിച്ച് ഞാൻ കോഴിക്കോടേക്ക് എത്തിയിട്ട് ഒരു പോലീസുകാരന് ഉം, ഒരു എക്സൈസുകാരന് ഉം. എന്നെ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്തില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതാണ്. പക്ഷെ കേരളത്തിലുള്ള വെറുതെയാണിത് സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഒരാളെ കയ്യിലും അങ്ങനെ സാധനം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതെ. വെറുതെ വെറുപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അന്ന് എനിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരാ ഒരു മനോഭാവം. പക്ഷെ അവർക്ക് സാധനം കിട്ടിയതുമില്ല പിന്നെ അതെ, ഇതിട്ടാന്നൊക്കെ ഓരിക്കങ്ങിപ്പോയി. പറഞ്ഞ്. ഓരോ ഉം, മുഖത്തുള്ളത് പോലെ അങ്ങനെ തന്നെ ഈ- നിങ്ങൾക്കൊക്കെ ഒരു ക്രിസ്റ്റലെങ്കിലും കൊണ്ട് നടന്നുകൂടെ, ഒരു MDMA എങ്കിലും കൊണ്ട് നടന്നുകൂടെ എന്നുള്ള മട്ടില് നമ്മളെ വെറുതെ പണിയെടുപ്പിക്കാനായിട്ട് ഇത്ര നല്ല പിള്ളേരായി നടന്നാൽ എങ്ങനെയാന്നുള്ള മട്ടിലാണ് ഒരു അല്ല ഓർക്കറിയില്ല. ഞാനൊരു അധ്യാപകനല്ലടാ. ആ, അന്ന് ഞാനിത് പഠിപ്പിക്കുന്ന സംഗതിയല്ല കുട്ടികളെ. അല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന എനിക്ക് ഒരു അധ്യാപകനായ എനിക്ക്, അല്ലെങ്കിൽ നമ്മളെന്താ പറയാ ഫ്രീലാൻസർ ആയിട്ടുള്ള റൈറ്റർ ആയിട്ടുള്ള എനക്ക് ഇതിന്റെ അതെ, എന്താ ആവശ്യമുള്ളതാ വേറെ സംഗതി. അതെ. നമ്മളപ്പോ തന്നെ അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരോടും ഇതൊക്കെ വെറുതെയാണ്. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് എന്താ പറയാ. ഓര് പിന്നെ തപ്പട്ടെന്ന് വിചാരിച്ചു. ഓരിന്റെ പേഴ്സൊക്കെ തുറന്ന് ഓരോ അറകളൊക്കെ തപ്പിയിട്ടുണ്ട്. ഉം, എന്തെല്ലാം പക്ഷെ പക്ഷെ ഒരു തിരിച്ചു എനിക്ക് തീരെ വെച്ച് ഇഷ്ടപ്പെട്ടില്ല. ഒക്കെ ഒരു തിരിച്ചു വെച്ച് അടച്ചിട്ടോ. അതൊന്നും തോന്നി. അടിച്ചിരുന്നെങ്കിൽ നമ്മൾ ബുള്ളറ്റ് മേലെ നമ്മൾ ആ കയറെല്ലാം കെട്ടിയിട്ടാന്നല്ലോ സാധനം. പക്ഷെ കയറ് തിരിച്ചു കെട്ടി തന്നില്ല. ഇത് നമ്മൾ ക്ഷമിച്ചതാ. പോട്ടെ. പക്ഷെ അതല്ല എന്താ പറയാ ആ ഒരു എന്താ പറയാ ബിഹേവിയർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ടോൺ ഓഫ് സ്പീക്കിങ്ങും അതെ, എന്നുവെച്ചാ നമ്മളെന്തോ ഉഡായിപ്പാണെന്നുള്ള രീതിയിലാണ് ഒരു സംസാരിച്ചത്. പോട്ടെ. അത് എല്ലാ സംഗതിയിലും ഒരു ഒരു കേട് എന്നോട് ഉണ്ടാവുമല്ലോ ചോദിച്ച് പിന്നെ. ഇവൻ നല്ലവനാണോ എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചോ? ഇവൻ വളരെ നല്ലവനാണ്. ഞാൻ വളരെ അങ്ങനെയാണ് ഭയങ്കര കഥ. പിന്നെ ഓനെ കളിയാക്കിയ പോലെ പോയി. ഫസ്റ്റ് നമ്മൾ ആ മൂന്നാറിൽ ടൗണിൽ എത്തുന്ന സമയത്ത് നമുക്ക് മൂപ്പരങ്ങനെ കാണാൻ പറ്റും തിരിച്ചൊരു മറ്റേ. മറുപടി പ്രതീക്ഷിച്ചിട്ടില്ല. ജസ്റ്റ് സർക്കാസ്റ്റിക് ആയി പക്ഷെ ചോദിച്ചത്. അത് ഞാൻ ഒരപ്പ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഒരപ്പ തന്നെ മറുപടി പറഞ്ഞു. ഇവൻ വളരെ അല്ല അപ്പൊ നല്ലവനാണ്. തന്നെ ഒരപ്പ തന്നെ എന്ത് ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതാക്കിയിട്ട് പോയിട്ടുണ്ട്. എന്താ പറയാ ഡ്രോപ്പ് ചെയ്ത് എന്നുവെച്ചാ നമ്മൾ എടുക്കുന്ന ഒരു വിട്ടിട്ടുണ്ട് അപ്പൊ തന്നെ. കാരണം ഓർക്കും തോന്നിക്കുന്നു ഇത് കുറച്ച് ഓവറായി പോയിട്ടുണ്ട് എന്നുള്ളത് ഓർക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. അതെ, അതെ. എന്താ പറയുന്നത്. ഒരു കോൺഫിഡന്റ് നമ്മളെ അടുത്ത് ഉണ്ട് അല്ല, ഒരു വിചാരിച്ച ആൾക്കാരാണ് നമ്മൾ എന്നുള്ള ഒരു ഇതിലാണ് ഉം. നിൽക്കുന്നത്. പക്ഷെ ലാസ്റ്റ് നമ്മൾ മനസ്സിലാവുക റോങ് ആയിട്ടുള്ള ഉം. ആൾക്കാരെല്ലാന്ന് അറിയുമ്പോഴാണല്ലോ അതിന്റെ ഒരു പ്രശ്നം വരിക. ഉം. അങ്ങനെ പിന്നെ മൂന്നാറിലെത്തി. അങ്ങനെ അത് ഫസ്റ്റ് മാത്രല്ല, മൂന്നാറിലെത്തി. അവിടെ അവിടെ നമ്മള് കണ്ണൻ ദേവൻ ചായ കുടിച്ചു. അവിടുന്ന് ചായ കുടിയാണ് മെയിനായിട്ട്. ഇവിടെ കോഴിക്കോട് നിന്ന് നമ്മുടെ പരിപാടി ചായ കുടി തന്നെയാണ്. അവിടെ എത്തിയിട്ടും ചെയ്യാനുള്ളത് ഇത് തന്നെയാണ്. ചായ കുറെ ധാനിച്ച കുടിക്കാനുണ്ട്. ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറേ സ്ഥലം എന്നുവെച്ചാ എന്നാലാകുമ്പോലൊക്കെ ഞാൻ ഡൽഹി ഇന്ത്യന്റെ പല ഭാഗത്തും പോയതിനെ കൊണ്ടും കോഴിക്കോട് ആ ബീച്ചിൽ ഒരു കട്ടൻ ചായ ഒരു എന്താ പറയാ പരിപ്പ് വടയും കുടിച്ച് ഇരിക്കുന്നതിന്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് എവിടെയും കിട്ടൂല. പിന്നെ കട്ടൻ ചായ മതി. എന്താ പറയാ പാൽ ചായ തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു വൈബ് എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാന്നുള്ളതാണ് അതിന്റെ അതിന്റെ ഒരു ഇത് തന്നെ. അതെ, അത് കഴിഞ്ഞ് മൂന്നാറെത്തി. മൂന്നാറിൽ നമ്മൾ അറിയാം റിപ്പണ്ട മറ്റേ ഇത് എന്തുണ്ടല്ലോ എന്താ തേയിലത്തോട്ടത്തിന്റെ ആ സാധനം. അപ്പൊ അതെ. അവിടുന്ന് ഫുള്ള് ആ ടാറ്റന്റെ ചായന്റെ മൊത്തം എല്ലാം ആ ടാറ്റ. ടാറ്റന്റെ ആണ് കംപ്ലീറ്റ് ഒരു ടാറ്റന്റെ. അത് പ്രത്യേകിച്ച് എന്താ മൂന്നാർ പറയാ തന്നെ ടാറ്റന്റെ ആണെന്ന് തോന്നിപ്പോയി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മറ്റൊരിതാ അതെ, ടാറ്റന്റെ. എന്തൊക്കെ സാധന ടാറ്റ വെക്കുന്നല്ലേ. അതെ. അത് പോട്ടെ. പക്ഷെ നമ്മൾ എന്താ പറയാ അവിടെയുള്ള അവിടെ എല്ലാ പോയിട്ട് ഹോം എസ്റ്റേറ്റും. സ്റ്റേ, നല്ലൊരു ഹോം സ്റ്റേ കണ്ടുപിടിക്കാനായിരുന്നു നമ്മളുടെ വേറെ ടാസ്ക്. നമ്മൾ പല സ്ഥലത്തും പോയി നോക്കി. അത് സത്യമാണ്. അത് നമുക്ക് സംഭവം എന്താ വെച്ചാൽ മൂന്നാറിലേക്കൊക്കെ പോകും. മുൻപരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം. മൂന്നാറിൽ ഉം. പോയി നല്ല എന്താണെന്ന് വെച്ചാ പരിചയമുള്ളവർക്ക് അവർക്ക് പല സ്പോട്ടുകൾ ഉം. അറിയായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി ഉം. എന്നിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഓ മൂന്നാർ എന്നിട്ടും ടൗണിത്തെ അത് നല്ലൊരു ഗാർഡനും സ്ഥലമായിരുന്നു കേട്ടോ. ഒരു സ്റ്റേ. ഉം. ഇതിന്റെ പേരെന്തായിരുന്നു? ഒരു കുറച്ചൊരു വെസ്റ്റേൺ പേരാണ് അതിന് ഇട്ടിട്ടുള്ളത്. ഹെലിബറി അങ്ങനെ എന്തോന്നാന്ന്.
എന്താ പറഞ്ഞാല് എനിക്ക് അതിന്റെ ആംബിയൻസും ആ ഒരു വൈബൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം ഒരു റിസോർട്ട് വൈബ് എന്നാണ് അല്ലെ. ഒരു കപ്പിളായിട്ട് റിസോർട്ടാണ് എനിക്ക് പറ്റിയ തോന്നുന്നത്. അതെ പറ്റിയൊരു അതെ, സ്റ്റേ ആയിരുന്നു. കപ്പിൾസ് സെറ്റാണ്. നമ്മള് രണ്ട് എന്താ ചെങ്ങായിമാരായിട്ട് വെച്ചാല് പോയത്. സത്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കപ്പിൾസിന് പറ്റിയ സ്പോട്ടാണ്. എന്താ പറയാ, റിസോർട്ടിന്റെ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു അല്ലെ. എനിക്ക് തോന്നുന്നത് ഓഫ് സീസൺ ആയിട്ടാണ് നമുക്ക് ആ പ്രൈസിന് കിട്ടിയത്. നമുക്ക് അതെങ്ങാനും എത്ര സീസൺ ടൈമിലൊക്കെ നമുക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1000 സംതിങ്ങിനാ എനിക്ക് കിട്ടിയത് തോന്നുന്നില്ല. നമുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് സീസൺ അല്ല, സീസൺ ആയ സമയത്തൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമെന്ന്. സീസൺ ടൈമിലെല്ലാം കൂടാൻ മതി. നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുന്ന്. ചായ കുടിക്കുന്നതും മഴ പെയ്യുന്നതും ഒക്കെ നല്ല രസമുള്ള ഉം. പരിപാടിയായിരുന്നു. ഉം. ബുള്ളറ്റില് ബാക്കിലിരിക്കുന്നതും സെറ്റായിരുന്നത്. പിന്നെ നമ്മള് വട്ടവട പോയ അനുഭവം മറക്കരുത്. വട്ടവട നമ്മൾ അങ്ങോട്ട് പോകുമ്പം രാത്രിയായി തുടങ്ങുന്നുള്ളൂ, മുന്തിയരായി തുടങ്ങുന്നുള്ളൂ. വട്ടവട ഓഫ് റോഡൊക്കെ ഉം. പിടിച്ച് അതിന്റെ വ്യൂ പോയിന്റ് പറഞ്ഞാൽ അതിന്റെ മേലെ പോയിട്ട് നമ്മളവിടെ എത്തി. കണ്ട് വട്ടവട പോയത് ഈ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞപ്പോഴാണ്. ഇരുടായി. അത് നമ്മളില്ലേ ആ ഒരു കട്ട് റോഡോ ഗട്ടർ ഒരു റോഡ് ഉണ്ടല്ലോ, നമ്മളെന്താ പറയാ, ഒരു നാഷണൽ റിസർവ് പോലത്തെ ഒരു സാധനത്തിന്റെ ഇടയിൽ കൂടെ പോകുന്ന ആ റോഡില്ലേ. അത് പിന്നെ അവിടെ നമ്മള് നിർത്താനൊന്നും പറ്റൂല. ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഉള്ള പോക്കാണ്. അത് അത് നൈസായിരുന്നു. വേറെ തന്നെ. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സ്പോട്ട് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തണുപ്പും, പിന്നെന്താ പറയാ, എന്തുകൊണ്ടും നല്ല വൈബായിരുന്നു. അതെ. പിന്നെ അത് കഴിഞ്ഞ് വട്ടവട എത്തിയപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടവട എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് വേറെ തന്നെ ഒരു കാഴ്ചപ്പാടായിരുന്നു കേട്ടോ. കാരണം അതെ. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു നാട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ തേയില തൊഴിലാളികളും അതെ. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇവരൊക്കെ നിൽക്കുന്ന ഒരു സ്പോട്ടാണത്. അപ്പൊ അതെ. എന്താ പറയാ, എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കറക്റ്റ് സീസണിലല്ല തോന്നുന്നുണ്ട് പോയത്, എന്നാലും അതിന്റെ ആ ഒരു അതെ. അതെ. വൈബെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റിൽ ബുള്ളറ്റ് എടുത്തിട്ട് ആ മല മുഴുവൻ കയറിയതാണ് വേറെ അതാണ് വൈബ്. കോമഡി. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുകളിലെത്തി കുറച്ച് ഉം. കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ടീം ലേറ്റ് ആയിട്ട് ഓടി വന്ന് ജീപ്പ് നിർത്തിയത് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നത്, ബ്രോ നിങ്ങൾ എടുത്ത ഉം. ഫോട്ടോസ് ഉണ്ടാവോ, ഒന്ന് അയച്ചു തരുമോ, സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. ആ സ്ഥലങ്ങളൊന്നും അവർക്ക് കാണാൻ കഴിയില്ല, ഉള്ളി ഇരുടായി പോയി. നമ്മളടുത്ത് ആ, വന്നിട്ട് ആ, ചോദിക്കുന്നത് ആ. ഫോട്ടോസ് ഉണ്ടോന്നുള്ള. അത് കഴിഞ്ഞ് അവര് നമ്മളോട് ഫ്രണ്ട്ലി ആയപ്പോ ഞാൻ- ഓരോ കൂടെ സ്റ്റേ ചെയ്യണോന്നൊക്കെ ചോദിച്ച്. അപ്പൊ നമ്മളെല്ലാം നമ്മൾ സ്വന്തമായി ഉം. ഉം. കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞ്. അപ്പൊ ഓരെ കൂടെ കൊണ്ടുവന്ന ഡ്രൈവർ നമ്മളെ മോട്ടറാക്കാൻ തുടങ്ങി. നിങ്ങൾ വരി, ഉം. നമുക്ക് ഉം. നല്ല സ്റ്റേ ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയപ്പം നമ്മള് ഉം. വേണ്ടാന്ന് പറഞ്ഞ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. പോവാൻ നേരത്തെ ഉം. മൂപ്പര് ഒരു ഉം. കാര്യം പറഞ്ഞു, ഫുള്ള് ഇരുടായി കിടക്കാം, ഒന്നും കാണൂല. അവിടെ ചെറിയ റിസോർട്ട് ഉണ്ട്, അതേ കാണുള്ളൂ. വ്യൂ പോയിന്റ് തന്നെ മര്യാദയ്ക്ക് കാണണ്ട. നമ്മൾ ഉം. കുറച്ച് നേരത്തെ തേടുമ്പോൾ കുറച്ചേ കാണാൻ പറ്റി. പക്ഷേ ഈ മൂപ്പര് ഉം. ഉം. പോവാൻ നേരത്ത് ഓരെയും കൊണ്ട് തിരിച്ച് ജീപ്പിൽ പോവാൻ നേരത്ത് മൂപ്പര് പറഞ്ഞു, മക്കളവിടെ പുലിയൊക്കെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളന്ന് പറഞ്ഞിട്ട് അപ്പഴവിടെ പോയി കഴിഞ്ഞു. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ അത് ആ അല്ല, ഈ കുന്ന് മൊത്തം. പുലി എന്ന് പറഞ്ഞപ്പോ പേടിച്ച് അല്ല, ധനുഷേ, പുലി എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടല്ല, മറിച്ച് ഇനി പുലി എങ്ങാനും ഉണ്ടെങ്കിലോ അതെ. അതെ. പുലി പുലി നമ്മളെ കണ്ടിട്ട്. ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. കാരണം അല്ല, ഈ കാട്ടുമൂലയിലുള്ള സ്ഥലല്ലേ, എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റൂലല്ലോ. അതെ. അതെ. ഒരു മനുഷ്യനും ഇല്ല. നമുക്കറിയാം അല്ല, അതിപ്പോ വയനാട്ടിൽ തന്നെ എന്താ പറയാ, ചില സ്പോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവര് പറയും ആന ഇറങ്ങുന്നതാണ്. ഈ ആന ഇറങ്ങുന്നതാന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ അതെ. ബുള്ളറ്റ് എടുത്തിട്ട് അല്ലെ അല്ലെ ആ ഒരു സൈഡിൽ കൂടെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വേണം പറയാൻ. എന്താ പറയുന്നത്. ആ രാത്രി അവിടുന്ന് ഈ വണ്ടി ഇറങ്ങി തീരണ വരെ വണ്ടിയിൽ ഇരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതെപ്പോഴെങ്കിലും ചാടി വരുമോ, കാരണം കാട്ടുകൂടെ പോകുന്നു, ഓഫ് റോഡ്, ടാറിട്ട റോഡ് പോലും അല്ല, അവിടെയും ഇവിടെയും കുഴിയും കല്ലും ഒക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോ മുഴുവൻ അത് റോഡ്, അതൊക്കെ റോഡ് എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചറിന്റെ ആൾക്കാരാണല്ലോ, നമ്മൾ അങ്ങനെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതെ, അത് പിന്നെ അധികം അങ്ങോട്ട് എത്തി. രക്ഷയില്ല. അത് കഴിഞ്ഞ് പക്ഷെ അതിന്റെ മേലെ കുറെ സിക്കാരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അവര് എനിക്ക് തോന്നുന്നു ഫാമിലി അവിടെ ഒരു ആയിട്ടെല്ലാം വന്നതാണ്. അത് കഴിഞ്ഞ് റിസോർട്ട് ഉണ്ടായിരുന്നു അതില്.
ആ റിസോർട്ടിൽ കുറച്ച് നല്ല വൈബ് വേറൊരു സെറ്റപ്പ് ആയിരുന്നു. റിസോർട്ടില്ലേ നമ്മൾ പോയ മറ്റേ പബ്ബ് പോലത്തെ ഒക്കെ ഒരു റിസോർട്ട്? അതേതാ? അതിന്റെ മേലെ തന്നെ ഉള്ള വട്ടവട ആ വ്യൂ പോയിന്റിന്റെ മേലെ. ആ വ്യൂ പോയിന്റിന്റെ മേലെ നല്ല ആൾക്കാരൊക്കെ ഡാൻസ് എല്ലാം കളിക്കുന്നു. ഫുള്ളായിട്ട് നമ്മൾ പറയണ്ടല്ലോ, അതിന് എന്റെ ബർത്ത്ഡേന്റെ ആ ഒരു ദിവസം കൂടി ആയതുകൊണ്ട് ആൾക്കാർ കുറച്ചൊക്കെ ചിന്തിച്ചോട്ടെ, എന്താ പറയുന്നത്, എന്ത് സംഭവിച്ചു അവിടെ, എന്താ നടന്നു. ഡാൻസ് കളിക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അല്ല, ത്രില്ല് യെസ്. അതെ, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ വരുന്ന വഴിക്കൊക്കെ നമ്മൾ പലയിടത്തും സ്റ്റേ ചെയ്ത്. ഒറ്റ എന്റെ ഇത് നെറ്റ്വർക്ക് ഒന്ന് ഡൗൺ ആവുന്നു. നമുക്കിപ്പോ ഇത് ഒറ്റ മിനിറ്റ്, ഒന്നൊന്ന് ഈ സ്റ്റോപ്പ് ചെയ്യോ, പോസ് ചെയ്യോ? ആ